ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദുബായിലെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിനെ കുറിച്ചാണ്. അപ്പോൾ മെട്രോ എന്ന് ഇറങ്ങിയേക്ക് തന്നെ ഇതുപോലൊരു വഴി കാണും. ഈ വഴിയിലൂടെ ഒരു 150 മീറ്റർ നടന്നു വരികയാണെങ്കിൽ നേരെ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ട് കണ്ടോ നമുക്ക് എത്താൻ പറ്റും. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ബിൽഡിങ് എന്നറിയപ്പെടുന്നത് ഈ മ്യൂസിയം ഉണ്ടോ. പുറത്ത് നിന്ന് കാണുമ്പോൾ അതിമനോഹരമായ ബിൽഡിങ്ങാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിൻ്റെ അകത്തൊന്ന് കയറി നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് ഇതിൻ്റെ മെയിൻ ഡോർ കേട്ടോ. ഇതിലൂടെ തന്നെ അകത്തേക്ക് കയറാം. അപ്പോൾ നമുക്കൊന്ന് അകത്ത് കയറി നോക്കാം. അപ്പോൾ നിങ്ങളെ കണ്ണുകൾക്ക് വിശ്വസിക്കാൻ കഴിയാത്ത കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുന്നത്. ഫുള്ള് വൈറ്റാണ്. മെയിനായിട്ട് ഇതിൻ്റെ ഇൻറ്റീരിയർ എന്ന് പറയുന്നത് ഫുൾ വൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തിലെ എല്ലാ സഞ്ചാരികൾക്കും ഇത് കണ്ടേക്കന്നെ നല്ലൊരു അട്രാക്ഷൻ തോന്നും കേട്ടോ. അത്രയും മനോഹരമായി കണ്ടാണ് ഈ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന ഓരോ കാഴ്ചകളും വളരെ വ്യത്യസ്തമായ കാഴ്ചകളാണ് കേട്ടോ. കോഫി ഉണ്ടാക്കാൻ റോബോട്ടിക്കായി കണ്ടാണ് ഇവിടെ കോഫി ഉണ്ടാക്കി തരുന്നത്. അതുപോലെ ഒരുപാട് റോബോട്ടിക് ഐറ്റംസുകൾ ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്കറിയാം ഒരുപാട് ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നത് കാണാം. അത് മറ്റൊന്നിനുമല്ല. അപ്പോൾ ഈ മ്യൂസിയത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ ടിക്കറ്റ് വേണം. അപ്പോൾ ഏകദേശം നാട്ടിലെ ഒരു 3500 രൂപ വേണം ഒരാൾക്ക് ഇതിൻ്റെ എൻട്രി ഫീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫാമിലിയൊക്കെ ആയാണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ ഒരുപാട് പൈസ ആവും. നാട്ടിലത്തെ ഒരുപാട് പൈസ ആവും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ആ പൈസ വേസ്റ്റ് ആവില്ല. ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനുണ്ട്. ഒരുപാട് വ്യത്യസ്തമായ റോബോട്ടിക് കഴിഞ്ഞാണ്ടില്ല ഒരുപാട് കാഴ്ച. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കണതിന് പൈസ ഒന്നുമില്ല കേട്ടോ, ടിക്കറ്റൊന്നുമില്ല. ഇവിടെ ആർക്കും തന്നെ വന്നുകാണ്ട് ഇതുപോലെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കാം. ഇവിടെ നിൽക്കുന്നതിന് ടിക്കറ്റൊന്നും വേണ്ട. ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കണം എന്നുണ്ടെങ്കിലാണ് ടിക്കറ്റ് വേണ്ടത്. ഇതൊന്നല്ല കാഴ്ചകൾ, അതിൻ്റെ ഉള്ളിലാണ് കാഴ്ചകൾ ശരിക്കും കിടക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നമുക്ക് പറയാം ലോകത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു മ്യൂസിയം ആയിക്കാണ്ട് ഇത് മാറുന്നുള്ളത്. കാരണം അത്രയും ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഉള്ളിലത്തെ ഓരോ കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റണത്. അപ്പോൾ ലൈഫിൽ എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ഇത് വന്ന് കണ്ടൊന്ന് കാണുക. അത്രയും മനോഹരമായൊരു മ്യൂസിയമാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സംഖ്യ ആകുന്നുണ്ടെങ്കിലും പക്ഷേ അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കണ്ടാൽ നമുക്ക് തോന്നും ആ പൈസ നമുക്ക് എന്തായാലും മുതലാവും. അത്രയും മനോഹരമായ കാഴ്ചകളാണ് അതിൻ്റെ ഉള്ളിൽ കാണാനുള്ളത്. അപ്പോൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.